നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊട്ടിയൂർ പീഡനക്കേസിൽ ഫാദർ തേരകമടക്കം 3 പേർ പോലീസിൽ കീഴടങ്ങി. തലശ്ശേരി പോക്സോ കോടതിയിൽ 3 പേർക്കും ഉപാധികളോടെ ജാമ്യം. രണ്ടാം പ്രതി തങ്കമ്മ നാളെ കീഴടങ്ങിയേക്കും. മേപ്പാടി പഞ്ചായത്തിൽ അഴിമതിക്ക് പുതിയ തലങ്ങൾ. പൂർത്തിയാക്കിയ പ്രവൃത്തികൾക്ക് വീണ്ടും ടെൻഡറും എസ്റ്റിമേറ്റും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ വയനാട്ടിൽ കോൺഗ്രസ് മണ്ഡലം സമ്മേളനങ്ങളിലും INTUC കൺവെൻഷനിലും പങ്കെടുക്കും. ബേഗൂർ PHCക്ക് ഏറ്റവും നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സംസ്ഥാന അവാർഡ്. കൽപ്പറ്റയിൽ കക്കൂസ് മാലിന്യം തോട്ടിൽ തള്ളിയ ഹോട്ടൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടപ്പിച്ചു. വേനൽ ചൂടിന് ആശ്വാസമായി ജില്ലയിൽ പരക്കെ മഴ. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയൂർ പീഡനക്കേസിൽ വയനാട് ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകം പേരാവൂർ CI സുനിൽകുമാറിന് മുമ്പാകെ കീഴടങ്ങി. സിസ്റ്റർ ബെറ്റി ജോസ്, സിസ്റ്റർ ഒഫീലിയ എന്നിവരും പേരാവൂർ സ്റ്റേഷനിൽ ഇന്ന് കാലത്ത് 7 മണിയോടെ കീഴടങ്ങി. 3 പ്രതികൾക്കും തലശ്ശേരി പോക്സോ കോടതി ഉപാധികളോടെ ജാമ്യം നൽകി. രണ്ടാം പ്രതി തങ്കമ്മ ഇന്നും ഹാജരായില്ല. കൊട്ടിയൂർ പീഡനക്കേസിലെ 8ാം പ്രതി സിസ്റ്റർ ഒഫീലിയ, 9ാം പ്രതി ഫാദർ തോമസ് ജോസഫ് തേരകം, 10ാം പ്രതി സിസ്റ്റർ ബെറ്റി എന്നിവരാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങിയത്. രാവിലെ 6:30-നും 7-നും ഇടയിൽ അഭിഭാഷകർക്കൊപ്പമാണ് 3 പേരും കീഴടങ്ങാനെത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 3 പേരിൽ നിന്നും പോലീസ് വിശദമായി മൊഴിയെടുത്തു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ തലശ്ശേരി പോക്സോ കോടതി മുൻപാകെ ഹാജരാക്കി. കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. 30,000 രൂപയുടെയും 2 ആൾക്കാരുടെയും പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യണമെന്നും രാജ്യം വിട്ടുപോകരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ആഴ്ചയിൽ 1 ദിവസം ഹാജരാകണമെന്നും കർശന വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ രണ്ടാം പ്രതി തങ്കമ്മ നെല്ലിയാനി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായില്ല. തങ്കമ്മ അടക്കം 4 പേർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ഇവരോട് 5 ദിവസത്തിനകം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. കേസിലെ 6ാം പ്രതിയും 2ാം പ്രതിയുടെ മകളുമായ സിസ്റ്റർ ലിസ്മരിയ, 7ാം പ്രതി സിസ്റ്റർ അനീറ്റ എന്നിവരും കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ 3, 4, 5 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം കേട്ട തലശ്ശേരി ADM കോടതി വിധി പറയുന്നത് ഈ മാസം 20-ലേക്ക് മാറ്റി. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പുൽപ്പള്ളി യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചിത്രരചനയും ഒപ്പുശേഖരണവും നടത്തി. കേരള മണ്ണിൽ ജീവിക്കാൻ, കേരള മണ്ണിൽ ജീവിക്കാൻ, കേരള മണ്ണിൽ ജീവിക്കാൻ, കേരള മണ്ണിൽ ജീവിക്കാൻ. പിണറായി സർക്കാരിന്റെ ഭരണം മൂലം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലേക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനമെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള സമരമെന്നും യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അരുൺ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വഴിക്കും പോലീസ് ഒരു വഴിക്കും പീഡന പരമ്പരകൾ അരങ്ങേറുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ഈ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇന്നത്തെ അവസ്ഥയിൽ ആർക്കും ഇവിടെ ഒരു സംരക്ഷണം കിട്ടാത്ത അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ ശക്തമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇന്ന് പുറത്തിറങ്ങി നടന്ന പീഡന പരമ്പരകളാണ് അരങ്ങേറുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ ചിത്രരചനയാണ് ഇന്ന് യുവമോർച്ച ഇവിടെ സംരക്ഷിച്ചത്. ആർട്ടിസ്റ്റ് രതീഷ് തപസിയാണ് ചിത്രം വരച്ച് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത്. അജേഷ് അമരക്കുനി അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P. പത്മനാഭൻ മാസ്റ്റർ, സുഭാഷ്, അനീഷ് പാതിരി, ബിനു എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പോക്സോ നിയമ ദുരുപയോഗത്തിനെതിരെ ലോക് ജനശക്തി പ്രവർത്തകർ കളക്ടറേറ്റ് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. പോക്സോ ചുമത്തി ജയിലിൽ അടച്ച ആദിവാസി യുവാക്കളുടെ ബന്ധുക്കളും സമരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അയ്യൂബ്, KK വാസു, മുഹമ്മദ് ഇക്ബാൽ, മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ PG ഹരി, അമ്മിണി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കുട്ടത്ത് വാഹനാപകടത്തിൽ മരിച്ച സിനോജിന്റെ കുടുംബം അനാഥമായി. ഭാര്യയും പിഞ്ചുകുട്ടികളുമാണ് ആശ്രയിക്കാൻ ആരുമില്ലാതെ അനാഥരായത്. കുടുംബത്തിന്റെ അവസാനത്തെ ആശ്രയമായിരുന്നു കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട ഷിനു. 2016 ഒക്ടോബർ 14-നാണ് സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെട്ട് ഷിനുവിന്റെ ജ്യേഷ്ഠൻ ഷിമി തോമസ് മരണപ്പെട്ടത്. ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും തണലായുണ്ടായിരുന്ന അമ്മ ലീല വനത്തിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടപ്പോൾ ആ കുടുംബവും അനാഥമായി. അതിനുശേഷം
ജ്യേഷ്ഠന്റെ ഭാര്യയും 4 കുരുന്നുകളും ഷിനുവിന്റെ സംരക്ഷണ ചുമതലയിലായി. എന്നാൽ വിധിവിളയാട്ടം ഒരിക്കൽ കൂടി ആ കുടുംബത്തോട് നീതികേട് കാട്ടിയപ്പോൾ അനാഥമായത് 2 കുടുംബങ്ങളും. വാഹനാപകടത്തിൽ ഷിനു യാത്രയായപ്പോൾ ആ കുടുംബത്തിന്റെ ഏക ആശ്രയവും നഷ്ടമായി. പിതാവിന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്കിനി ആരുണ്ട് എന്ന് ചോദിച്ച് ഷിനുവിന്റെ മൂത്ത മകൾ സോനു നിലവിളിക്കുമ്പോൾ കണ്ടുനിൽക്കാനാവാതെ തേങ്ങുകയാണ് ഒരു നാട്. മുൻപുണ്ടായ ദുരന്തങ്ങളിൽ പോലും ഒരു കൈസഹായത്തിന് ഭരണാധികാരികളോ വേണ്ടപ്പെട്ടവരോ സഹായത്തിനെത്തിയില്ല. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരാശ്വാസത്തിന് ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ജോലിക്ക് അപേക്ഷ നൽകിയെങ്കിലും ട്രൈബൽ വകുപ്പും കുടുംബത്തെ തഴഞ്ഞു. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയോടെ ഇരുൾ പരത്തിയ ജീവിതത്തെ ഭയത്തോടെ നോക്കുകയാണ് വിനുവിന്റെയും ഷിമിയുടെയും കുടുംബം. ബെന്നി വർഗീസ്, കാട്ടിക്കുളം. മേപ്പാടി പഞ്ചായത്ത് അധികൃതർ അഴിമതിക്ക് പുതിയ മാനങ്ങൾ നിർമ്മിക്കുന്നതായി പരാതി. ഒരിക്കൽ ടെൻഡർ വിളിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രവൃത്തി പൂർത്തിയാക്കിയ നിർമ്മിതികൾക്ക് വീണ്ടും ടെൻഡർ നടത്തി പ്രവൃത്തിക്ക് പണം എസ്റ്റിമേറ്റിൽ കാണിച്ച് അഴിമതിക്ക് പുതിയ വിദ്യ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ. മേപ്പാടി 2-ാം വാർഡ് ചേലേരിക്കാവ് അംഗൻവാടിയുടെ തറ ടൈൽ ചെയ്ത് കരാറുകാരന് ഒരിക്കൽ പണം നൽകിയതാണ്. ഇതേ പ്രവൃത്തിക്ക് എസ്റ്റിമേറ്റിൽ വീണ്ടും പണം അനുവദിച്ച് അഴിമതിക്ക് മാതൃകയാവുകയാണ് പഞ്ചായത്ത്. മേപ്പാടി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള മതിൽ നിർമ്മാണത്തിലും സ്റ്റേഷനു മുൻവശത്തെ ബസ് സ്റ്റോപ്പ് നിർമ്മാണത്തിലും ഇരട്ട എസ്റ്റിമേറ്റിൽ പൊതുജനങ്ങളുടെ പണം അടിച്ചുമാറ്റിയ അതേ വിദ്യ ചേലേരിക്കാവ് അംഗൻവാടി കാര്യത്തിലും പയറ്റിയിരിക്കുകയാണ്. ഈ വാർത്തയോടൊപ്പം കാണിക്കുന്ന ദൃശ്യത്തിൽ പഞ്ചായത്തിന്റെ പുതിയ എസ്റ്റിമേറ്റ് കാണാം. അതിൽ അംഗൻവാടി ടൈൽ ഫ്ലോറിങ്ങിന് തുക വകയിരുത്തിയിരിക്കുന്നതും കാണാം. 1.5 ലക്ഷം രൂപയാണ് വക കൊള്ളിച്ചത്. ഈ പ്രവൃത്തി മറ്റൊരു കരാറുകാരൻ 2016 പൂർത്തിയാക്കിയതാണ്. അംഗൻവാടിക്ക് സൺഷെയ്ഡ് ഷീറ്റ്, പെയിന്റിംഗ് ജോലികൾ, മുറ്റം കോൺക്രീറ്റ് എന്നിവയ്ക്കുള്ള എസ്റ്റിമേറ്റിൽ ടൈൽ ഫ്ലോറിംഗ് വീണ്ടും തിരികെ കയറ്റിയിരിക്കുകയാണ്. കണക്കിൽ കളിച്ച് അഴിമതിക്കാരുടെ പോക്കറ്റ് നിറയ്ക്കുന്ന പരിപാടിക്ക് വികസന പ്രവർത്തനമെന്നാണ് വായ്ത്താരി. ഏതായാലും പഞ്ചായത്ത് ഭരിക്കുന്ന കക്ഷിയിലെ തന്നെ ഒരു വിഭാഗത്തിന് ഈ മാതിരി അഴിമതി വികസനത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. വീണ്ടും ടൈൽ പതിക്കുന്നതിന് വേണ്ടിയിട്ട് ടെൻഡർ കൊടുത്ത് ആ പദ്ധതി പ്രകാരം നടപ്പിലാക്കാൻ വേണ്ടി വീണ്ടും ടെൻഡർ അനുവദിച്ചു. ഇതിലെ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ക്രമക്കേട് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഈ ക്രമക്കേട് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ആർക്കും സാധിക്കില്ല. കാരണം ഈ ടെൻഡർ ആയതുകൊണ്ട് ഈ എടുക്കുന്ന കരാറുകാരനും അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എടുത്ത എയ്ക്കും അതുപോലെ തന്നെ വാർഡ് മെമ്പർക്കും മാത്രമേ ഇതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ അറിയാൻ കഴിയൂ. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. കോൺഗ്രസ് മാനന്തവാടി മണ്ഡലം സമ്മേളനം നാളെ ഉച്ചയ്ക്ക് നഗരസഭാ ഹാളിൽ മുൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് തലപ്പുഴയിൽ INTUC ഓഫീസും ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. KPCC അംഗം അഡ്വക്കേറ്റ് NK വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. തമ്പാനൂർ രവി, ബെന്നി ബെഹ്നാൻ, PK ജയലക്ഷ്മി, KL പൗലോസ്, KK അബ്രഹാം, MS വിശ്വനാഥൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ AKND മൊയ്തുട്ടി, PV ജോർജ്, ഡെന്നിസൺ കണിയാരം എന്നിവർ പങ്കെടുത്തു. 2017 മാർച്ച് 18 ശനിയാഴ്ച 2 മണിക്ക് ത്രിവർണം പ്രതിനിധി കുടുംബ സംഗമം സംഘടിപ്പിക്കുകയാണ്. ഈ സംഗമം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ശക്തികളുടെ വർഗീയതയ്ക്കും CPM-ന്റെ കൊലയാളി രാഷ്ട്രീയത്തിനുമെതിരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും ബൂത്തുതല പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും വേണ്ടിയാണ് ഈ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ 11-ന് INTUC മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൺവെൻഷൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ആര്യാടൻ മുഹമ്മദ്, MI ഷാനവാസ് MP, IC ബാലകൃഷ്ണൻ MLA തുടങ്ങിയവർ സംസാരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചാണ് വയനാട് ജില്ലയിലെ വിവിധ തൊഴിൽ മേഖല, അതായത് തോട്ടം തൊഴിലാളികൾ, അങ്ങനെ വിവിധ തസ്തികയിലുള്ള ആൾക്കാർ മുഴുവൻ ഇന്ന് പട്ടിണിയുടെ അവസ്ഥയാണ്. ആയിരക്കണക്കിന് കോരി തൊഴിലാളികൾ ഇന്ന് പട്ടിണിയുടെ അവസ്ഥയാണ്. അതുപോലെ തന്നെ മോട്ടോർ വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കൂട്ടുകയും അതുപോലെ തന്നെ ലൈസൻസിൻ്റെ ഫീസ് കൂട്ടുക, ഇൻഷുറൻസ് കൂട്ടുക, അങ്ങനെ കുത്തനെ ഈ ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പ്, കാറ് അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മോട്ടോർ ടാക്സി വാഹനങ്ങളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ഫീസ് കൂട്ടുകയും അതിനെതിരെ ഒരു കൂട്ടായിട്ടുള്ള ഒരു സമരം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് സമ്മേളനം നാളെ പാടിച്ചിറയിൽ നടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3 മണിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. MI ഷാനവാസ് MP, IC ബാലകൃഷ്ണൻ MLA, KPCC സെക്രട്ടറി KK അബ്രഹാം, PV ബാലചന്ദ്രൻ, ND അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാറിൽ വയനാട് നേരിടുന്ന വരൾച്ച എന്ന വിഷയത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ സമിതി ഓഫീസർ PU ദാസ് ക്ലാസ് എടുക്കും. ബ്ലോക്ക് പ്രസിഡന്റ് KA രമേശ്, DCC സെക്രട്ടറി NU ഉലഹന്നാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ, PR മണി, തോമസ് പാഴൂക്കാല, ജോർജ് തട്ടാമ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2017 മാർച്ച് 18 നാളെ പാടിച്ചിറയിൽ വെച്ചാണ് നമ്മുടെ ഈ സമ്മേളനം നടത്തുന്നത്. പാടിച്ചിറയിൽ വെച്ച് നടത്താനൊരു കാരണമുണ്ട്. നമുക്ക് വയനാട് ജില്ലയിൽ ഏറ്റവും കടുത്ത വരൾച്ച നേരിടുന്ന ഒരു പ്രദേശമാണ് പാടിച്ചിറ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാടിച്ചിറയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ പാടിച്ചിറയിൽ കൊണ്ടുവന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും അറിയാനും ഒക്കെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന 2016-17 വർഷത്തെ കായകൽപ്പം അവാർഡ് തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ PHCക്ക് പുരസ്കാരം ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ശുചിത്വം, സേവനം തുടങ്ങിയ 10ഓളം പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ അവാർഡ് നൽകുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് അവാർഡ് നൽകാൻ ആരംഭിച്ചത്. കാട്ടിക്കുളത്ത് ആഴ്ചയിൽ 1 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ഡിസ്പെൻസറിയാണ് ആദ്യകാലത്ത് ആരംഭിച്ചത്. 1991-ൽ PHCയായി ഉയർത്തുകയായിരുന്നു. പിന്നീട് കാട്ടിക്കുളത്ത് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 2014 മുതലാണ് സ്വന്തം കെട്ടിടത്തിൽ PHC പ്രവർത്തനം തുടങ്ങിയത്. ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പഞ്ചായത്ത് കൂടിയായ തിരുനെല്ലി പഞ്ചായത്തിലെ ഈ PHCയിൽ പ്രതിദിനം 150-നും 200-നും ഇടയിൽ രോഗികൾ OPയിൽ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. വാഹന സൗകര്യമുള്ളതിനാൽ തന്നെ തിരുനെല്ലി, തോൽപ്പെട്ടി, ബാവലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബൈരക്കുപ്പ, മച്ചൂർ, കുട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ ചികിത്സ തേടിയെത്താറുണ്ട്. രോഗികൾക്കായി ഇരിപ്പിടങ്ങൾ, TV, കുടിവെള്ളം എന്നിവയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സ്ഥലത്ത് ജീവനക്കാർ മനോഹരമായ ഉദ്യാനവും ഒരുക്കിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് ഉൾപ്പെടെ 8ഓളം ജീവനക്കാരാണ് ഇവിടെയുള്ളത്. 50 രോഗികളെത്തുന്ന PHCക്ക് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡത്തിലുള്ള തസ്തികയാണിത് എന്നതിനാൽ തന്നെ 200ഓളം പേർ ചികിത്സയ്ക്കായി എത്തുന്ന ഇവിടെ ജീവനക്കാരുടെ കുറവും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അംഗീകാരം തേടിയെത്തുമ്പോഴും ലാബ്, ECG, കിടത്തി ചികിത്സ എന്നിവ ഇല്ലാത്തത് വലിയ പോരായ്മയായി മാറുകയാണ്. ജീവനക്കാരുടെ നിസ്വാർത്ഥ സേവനത്തിനുള്ള അംഗീകാരമായാണ് അവാർഡിനെ കാണുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ അജീഷ് പറഞ്ഞു. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിച്ചതിനുള്ള കായകൽപ്പം അവാർഡ് ഈ മാസം 27-ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങും. 2016-17 കായകൽപ്പത്തെ ഏറ്റവും നല്ല PHCക്കുള്ള ഒരു അവാർഡ്, ഡിസ്ട്രിക്ട് ലെവൽ അവാർഡ് എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. അതിൽ നമ്മളെ ശുചിത്വമാണ് കൂടുതലും പ്രാധാന്യത്തിലെടുക്കുന്നത്. നമ്മളെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ മുതലായ കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ മാർക്കോടുകൂടി 85% മാർക്കോടുകൂടി നമുക്ക് സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. കൽപ്പറ്റയിൽ ഹോട്ടലുകളിൽ നിന്ന് സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തോടുകളിലേക്ക് ഒഴുക്കി. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭ അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഫാൽക്കൺ ഹോട്ടലിൽ നിന്നാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തോട്ടിൽ തള്ളിയത്. കഴിഞ്ഞ ദിവസം തുർക്കിപ്പുഴയിൽ വ്യാപകമായി മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു. പുഴയിലെ വെള്ളം ഉപയോഗിച്ച കുട്ടികൾക്കുൾപ്പെടെ ചൊറിച്ചിലും മറ്റു രോഗങ്ങളും പിടിപെട്ടു. ഇതേ തുടർന്നാണ് തുർക്കി ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തോടുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് കണ്ടെത്തിയത്. ഇതോടെ നാട്ടുകാർ ഒന്നടങ്കമെത്തി ഹോട്ടലുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം മല അടക്കം അടിച്ച് തോടിലേക്ക് ഇറക്കുന്ന സമയമാണ്. ഇന്നലെ വൈകുന്നേരം സംഭവം ഇത് അടിച്ചു വന്ന് ഇവിടെ ഒരു ടാങ്ക് പൊട്ടി ക്രോസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഈ ബിസ്മി ഹോട്ടലിന് മുന്നിൽ. അവിടെ അത് പൊന്തിയതും ഞങ്ങൾ അവിടെ സ്റ്റാൻഡിൽ ഓടുന്ന ഡ്രൈവറാണ്. അങ്ങനെ അത് കണ്ട് ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ ഇവർ മുനിസിപ്പാലിറ്റി നന്നാക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിലേക്കൂടെ ഒഴുക്കി വിടുന്നുണ്ട് മലം. അതുകൊണ്ട് അതിനൊരു നടപടി എടുക്കണം, എവിടുന്നാണ് വരുന്നതെന്ന് നോക്കണം. അങ്ങനെ ഓഫീസർ എന്നോട് തട്ടിക്കയറുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു അതെ, അപ്പം അയാൾ നിങ്ങൾക്ക് കണ്ട പോലെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സഹപ്രവർത്തക ചെക്കന്മാരെല്ലാവരും വിളിച്ചു. അപ്പോഴത്തേക്ക് ഓരോരുത്തർ പാർട്ടിക്കാരും പോലൊക്കെ അറിഞ്ഞ് എല്ലാവരും വന്നപ്പം ഇത് സംഭവം ഇങ്ങനെയാണ്. എല്ലാ ഹോട്ടലിന്റെ ബേക്കിലും എല്ലാ ബിൽഡിങ്ങിന്റെ ബേക്കിലും വേസ്റ്റുകൾ ഞങ്ങളെ തോട് ഒഴുക്കി മഴ വരുന്ന സമയത്ത് ഞങ്ങൾ തോട്ടിലേക്ക് വിടുക. ഞങ്ങൾ അവിടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതും കുടിക്കാൻ ആദിവാസികൾ തുർക്കിക്കാർ മൊത്തം ഈ വെള്ളമില്ലാത്ത സമയത്ത് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു പുഴയായിരുന്നു. അതെല്ലാം കൂടി മലിനമായി ഇപ്പം എല്ലാം മേലെ ഇങ്ങനെ പാട കിട്ടുന്ന ഒരു അവസ്ഥയാണ്. മക്കളതിൽ കുളിച്ച് പുരൽ വന്നു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് ആകെ ഒരു ഇതാണ്. ഞങ്ങളൊന്നും പേടിച്ചിട്ട് വിടുന്നില്ല. ഇവിടുന്ന് വിരുമ്പാലത്തിന്റെ അവിടം വരെ വെള്ളമില്ല, അവിടുന്ന് അങ്ങോട്ട് നല്ല വെള്ളം. ഈ കണ്ട വേസ്റ്റ് വെള്ളമാണ് ഞങ്ങൾക്ക് ഈ പുഴയിലേക്ക് വരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ ഹെൽത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി.
പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകളും കണ്ടെത്തി. എന്നാൽ നടപടിയെടുത്തില്ല. ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം കനത്തു. തുടർന്ന് ബലമായി ഹോട്ടലടയ്ക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. സ്ഥലത്തെത്തിയ നഗരസഭാ വൈസ് ചെയർമാൻ പി ആലി ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൽപ്പറ്റ നിവാസികളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ഇരുമ്പുപാലം പുഴയിലേക്കാണ് നഗരത്തിലെ മിക്ക ഹോട്ടലുകളിലെയും കടകളിലെയും മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്. പലപ്പോഴും നഗരസഭാധികൃതരുടെ പിടിപ്പുകേടാണ് ഇതിനു കാരണവും. ഇനിയും ശക്തമായ നടപടികൾ എടുത്തില്ലെങ്കിൽ നഗരത്തിലെ തോടുകൾ മാലിന്യം കൊണ്ട് നിറയാൻ അധികം താമസമുണ്ടാകില്ല. കൽപ്പറ്റ നഗരസഭയിലെ ഈ ചാലിലൂടെ മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടുവെന്ന് ജനങ്ങളുടെ പരാതി മുനിസിപ്പാലിറ്റി പരിശോധിക്കുകയും അതിന് മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടവരുടെ പേരിൽ കർശനമായ നടപടി മുനിസിപ്പാലിറ്റി എടുക്കും. അതിന് എച്ച്ഐയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് അതിന് നടപടിയെടുക്കുമായിരുന്നു. ആ വൈകിട്ടായ മഴയ്ക്ക് അതിശക്തമായ വെള്ളം വരുന്ന റോഡിലൂടെ വരുമ്പോൾ കക്കൂസ് മാലിന്യം അതേപടി ഇതിലേക്ക് തള്ളിവിടുകയാണ് ഇവിടുത്തെ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് തുർക്കി ജീവൻ രക്ഷാ സമിതിയുടെ ഭാഗമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ കൗൺസിലർമാർ വന്ന് ഇടപെട്ട് ഈ നാളെ മുതൽ ഈ ഒഴുക്കി വിടുന്ന സ്ഥാപനങ്ങൾക്ക്, അതായത് ഫാൽക്കൺ ഹോട്ടൽ അടക്കമുള്ള ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകാനോ നാളെ മുതൽ ഇതിനൊരു പരിഹാരം കാണാതെ ഇത് തുറക്കരുത് എന്ന് പറയുകയും ആണ് ചെയ്തിട്ടുള്ളത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശികയുടെ പേരിൽ പുൽപ്പള്ളി മേഖലയിലെ ദേശസാൽകൃത ബാങ്കുകൾ കർഷകരെ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരുടെ പേരിൽ ബാങ്കുകൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നുവെന്നും വായ്പകൾ തിരിച്ചുപിടിക്കുന്നതിന് സ്വകാര്യ ഏജൻസികൾക്ക് ഫയലുകൾ കൈമാറുമെന്ന് കാണിച്ച് കർഷകരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതി ഉയർന്നു. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ 500ഓളം വിദ്യാഭ്യാസ വായ്പകളുടെ തിരിച്ചടവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. വിദ്യാഭ്യാസ വായ്പ എടുത്ത പല വിദ്യാർത്ഥികൾക്കും ജോലി ലഭിക്കാത്തത് മൂലം വായ്പ തിരിച്ചടവ് മുടങ്ങുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്ക് ബാങ്കുകൾ അദാലത്തുകൾ ആരംഭിച്ചെങ്കിലും അവിടെയും ഇടപാടുകാരെ അവഗണിക്കുന്ന നിലപാടാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്ക് പലിശയിളവും സബ്സിഡിയും അനുവദിച്ചുവെങ്കിലും ബാങ്ക് അധികൃതർ ഇത് വായ്പക്കാരെ അറിയിക്കുന്നില്ല. വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിന് ബാങ്കിലെത്തുന്നവരെ ഭീഷണിപ്പെടുത്തി പണം അടപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതായി പരാതിയുണ്ട്. ബാങ്കുകാർ തന്നെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ച് വായ്പക്കാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നത് പതിവായിരിക്കുകയാണ്. വിദ്യാഭ്യാസ വായ്പ അടയ്ക്കാനെത്തിയ രക്ഷിതാവിനെ ബാങ്ക് അധികൃതരും പുറമെ നിന്ന് ചിലരും ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായിട്ടുണ്ട്. ബ്ലേഡ് കമ്പനിക്കാരെ വെല്ലും തരത്തിൽ ചില ബാങ്ക് അധികൃതർ കർഷകരെ ഭീഷണിപ്പെടുത്തി വായ്പകൾ തിരിച്ചടപ്പിക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വായ്പയെടുത്തവർ. കൊടിയ വരൾച്ചയും കൃഷിനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബാങ്കുകൾ തന്നെ മുൻകൈയെടുത്ത് അവരുടെ നേതൃത്വത്തിൽ എങ്ങനെയും ഈ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബത്തെയും സാമ്പത്തികമായി വീണ്ടും ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് വയനാട്ടിലെയും പ്രത്യേകിച്ച് പുൽപ്പള്ളിയിലെയും ദേശസാൽകൃത ബാങ്കുകൾ ഇത്തരം ഹീനപ്രവൃത്തിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ സത്വരമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടെ പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ ആവശ്യപ്പെടാറുള്ളത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം കാലാവധി നീട്ടുക, ബാങ്കുകളുടെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണലിസ്റ്റ് കിസാൻ സഭ കൽപ്പറ്റ ലീഡ് ബാങ്കിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തി. സംസ്ഥാന അധ്യക്ഷൻ ജോസ് കുറ്റ്യാനിമറ്റം ഉദ്ഘാടനം ചെയ്തു. ജോണി കൈതമറ്റം അധ്യക്ഷനായിരുന്നു. CM ശിവരാമൻ, ഷാജു നന്ദന, KK രാജൻ, കുഞ്ഞിക്കണ്ണൻ, സഫിയ ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ പ്രവർത്തകർ കൽപ്പറ്റ ഇലക്ട്രിക്കൽ സർക്കിളിന് മുന്നിൽ ധർണ നടത്തി. ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. TK ബേബി, പ്രശാന്ത്, എൽദോ, AK സുനിത തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിലിരിക്കെ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിരമിച്ചതിനു ശേഷം ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് KSRTC. ബത്തേരി ഡിപ്പോയിൽ നിന്നും വിരമിച്ച ഡ്രൈവർ വെളിയത്തുപറമ്പിൽ കുട്ടനാണ് അവഗണനയ്ക്ക് ഇരയായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നീതി ലഭിച്ചിട്ടില്ല. കോടതി വിധി പോലും നടപ്പാക്കുന്നില്ലെന്ന് കുടുംബം. KSRTC ബത്തേരി ഡിപ്പോയിൽ നിന്നും 2015 ജൂലൈ 31 വിരമിച്ച കുട്ടനാണ് ആനുകൂല്യങ്ങൾ നൽകാതെ ഡിപ്പാർട്ട്മെന്റ് അവഗണിക്കുന്നത്. സർവീസിലിരിക്കെ 2008 മൈസൂരിൽ വെച്ച് ഇദ്ദേഹം ഓടിച്ചിരുന്ന ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ കുട്ടന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് 20 മാസത്തോളം ഇയാൾ ചികിത്സയിലുമായിരുന്നു. ഈ സമയത്ത് ചികിത്സയ്ക്കായി കോർപ്പറേഷൻ 2 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതിൽ 89,000 രൂപ ജീവനക്കാർ പിരിച്ചെടുത്ത് കോർപ്പറേഷനിൽ തിരിച്ചടച്ചു. ബാക്കി തുകയും പലിശയും തിരിച്ചടയ്ക്കാത്തതാണ് ആനുകൂല്യങ്ങൾ തടയാൻ കാരണം. ഇതിനു പുറമെ ഇയാളുടെ ഗ്രാറ്റുവിറ്റിയും അപകട ചികിത്സാ സമയത്തെ 17 മാസത്തെ ശമ്പളവുമാണ് കോർപ്പറേഷൻ തടഞ്ഞുവെച്ചിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ നൽകണമെന്ന കോടതി വിധി പോലും അധികൃതർ പാലിക്കുന്നില്ലെന്നും കുട്ടൻ പറയുന്നു. ഞാൻ മൈസൂർ വെച്ച് 2008 ജനുവരി 22 ബസ്സും ലോറിയായിട്ട് ആക്സിഡന്റ് ആയതാണ്.
അതിൽ പിന്നെ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ബസ്സിൽ പോകാൻ പറ്റാത്തതുകൊണ്ട്. അത് ഇപ്പോൾ എൻ്റെ പെൻഷൻ ആനുകൂല്യത്തിൽ നിന്ന് അതിൻ്റെ ഗ്രേഡും ഒക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പൈസ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ ആക്ടിവിറ്റികളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഒക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് മൈസൂർ കോടതി എന്നെ വെറുതെ വിട്ടതാണ് കേസ്. എന്നിട്ടും ഞാൻ കുറ്റക്കാരനാണെന്നുള്ളതിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സയ്ക്കായി സ്വന്തം വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നു. സഹപ്രവർത്തകരും നാട്ടുകാരും സഹായിച്ചതിനെ തുടർന്നാണ് ചികിത്സ നടത്തിയത്. ഇനിയും 2 ലക്ഷം രൂപ ചെലവ് വരുന്ന 2 സർജറി കൂടി ചെയ്യേണ്ടതുണ്ട്. നിലവിൽ മാസം ചികിത്സയ്ക്കായി വരുന്ന 600 രൂപ പോലും വാടക വീട്ടിൽ താമസിക്കുന്ന ഇവർക്ക് കണ്ടെത്താനാവുന്നില്ല. ഈ ദുരിതങ്ങളെല്ലാം കാണിച്ച് മുൻ മുഖ്യമന്ത്രിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ നൽകാനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഇയാളുടെ തുടർ ഓപ്പറേഷനും മറ്റും നടത്താനാവാത്ത സ്ഥിതിയിലാണ് കുടുംബം. ഈ സാഹചര്യത്തിൽ അധികൃതർ ഇടപെട്ട് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ അഭ്യർത്ഥന. വയനാട് ന്യൂസ്, ബത്തേരി. ജില്ലയിൽ വില്ലേജ് ഓഫീസുകളുടെ കമ്പ്യൂട്ടർവൽക്കരണം അന്തിമഘട്ടത്തിൽ. കമ്പ്യൂട്ടർവൽക്കരിക്കാൻ 4 വില്ലേജുകൾ മാത്രം ബാക്കി. തോമാട്ടിയാൽ വില്ലേജ് ഓഫീസിൽ ഭൂരേഖ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഓൺലൈനിൽ നികുതി അടയ്ക്കാൻ സംവിധാനങ്ങളാകും. വില്ലേജുകളിൽ നിന്ന് ലഭിക്കേണ്ട രേഖകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും ലഭ്യത വേഗത്തിലും അനായാസവുമാക്കാൻ വില്ലേജ് ഓഫീസുകളുടെ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാകുന്നതോടെ സാധ്യമാകും. വില്ലേജ് ഓഫീസുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വില്ലേജുകളുടെ കീഴിൽ വരുന്ന ഭൂമി സംബന്ധിച്ച കൈവശാവകാശ രേഖകൾ ഉടമകളുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. തോമാട്ടുചാൽ വില്ലേജിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ പ്രദേശവാസികളുടെ ഭൂരേഖകൾ പരിശോധിച്ചു. അമ്പലവയൽ, ചീരാൽ, നെന്മേനി വില്ലേജുകളിൽ ഭൂരേഖ പരിശോധന ഉടൻ പൂർത്തിയാകും. അടുത്ത സാമ്പത്തിക വർഷത്തോടെ വയനാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാക്കാനാണ് റവന്യൂ വകുപ്പ് ശ്രമിക്കുന്നത്. ഇതിൽ എല്ലാ ആളുകൾക്കും ആധാരങ്ങളും നികുതി ഷീട്ടും കൊണ്ടുവരികയും അതിന് ആവശ്യമായ ഫോറം വില്ലേജിൽ നിന്ന് വിതരണം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിന് താലൂക്ക് ഓഫീസിലെ സ്റ്റാഫ് ഹിയറിങ്ങിനായിട്ട് വന്നിരിക്കുന്നു. ഈ ഇതിൽ എല്ലാവരുടെയും സഹായ സഹകരണവും ഉണ്ടാകണമെന്നും. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ജില്ലയിൽ മുദ്രപത്രങ്ങൾക്ക് ക്ഷാമം. 100ന്റെയും 50ന്റെയും മുദ്രപത്രങ്ങൾക്കാണ് ക്ഷാമം നേരിടുന്നത്. സാമ്പത്തിക വർഷാവസാനമായതിനാൽ മുദ്രപത്രക്ഷാമം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു. 100ന്റെയും 50ന്റെയും മുദ്രപത്രങ്ങൾക്കാണ് ജില്ലയിൽ ക്ഷാമം നേരിടുന്നത്. അത്യാവശ്യ ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്ന 50ന്റെയും 100ന്റെയും മുദ്രപത്രങ്ങൾ ലഭിക്കാതായതോടെ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സാമ്പത്തിക വർഷാവസാനമായതിനാൽ കരാർ പുതുക്കലിനും മറ്റും 100 രൂപ മുദ്രപത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് ഇത് ലഭിക്കാത്തത് ഇടപാടുകാരെ ഏറെ ദുരിതത്തിലാക്കുകയാണ്. ഒരാഴ്ചയായി ജില്ലയിൽ 100ന്റെ മുദ്രപത്രം കിട്ടാനില്ല. ഇതോടെ 50ന്റെ മുദ്രപത്രങ്ങളെയാണ് ആശ്രയിച്ചത്. ഇതോടെ ഇതിനും ക്ഷാമം നേരിടുകയാണ്. സമീപ ജില്ലകളായ കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലും ഈ മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. അടുത്തയാഴ്ച ആദ്യമെങ്കിലും മുദ്രപത്രങ്ങൾ എത്തിയില്ലെങ്കിൽ പൊതുജനത്തിന്റെ ദുരിതം വർദ്ധിക്കും. നിലവിലിപ്പോൾ 100ന്റെ 50ന്റെയൊക്കെ പത്രങ്ങൾ വളരെ ക്ഷാമമാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് പത്രം തന്നെ കിട്ടാനില്ല, 100ന്റെ പത്രങ്ങൾ കിട്ടാനില്ല. ഇപ്പോൾ 50 രൂപ പത്രത്തിലാണ് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മാർച്ച് മാസമൊക്കെ ആയപ്പോൾ കരാർ പുതുക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പുതുക്കുന്ന അവസരത്തിൽ പത്രമില്ലാതെ വളരെ വിഷമത്തിലാണ്. 50 രൂപ പത്രത്തിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 50 രൂപ പത്രം കിട്ടാനില്ല എന്നാണ് പറയുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. വേനൽ ചൂടിൽ ചുട്ടുപഴുത്ത ജില്ലയ്ക്ക് ആശ്വാസമായി വേനൽ മഴ. 3 ദിവസങ്ങളിലായി 94 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. ഉഷ്ണതാപത്താൽ ചുട്ടുപഴുത്ത മണ്ണിനും മനസ്സിനും കുളിരു പകർന്ന വേനൽമഴ ജില്ലയിൽ ശക്തമായി. 3 ദിവസങ്ങളിലായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ പെയ്യുന്ന മഴ വരൾച്ചയ്ക്കും ആശ്വാസമായി. 94 മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലഭിച്ച മഴയേക്കാൾ കൂടുതലാണിത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ആകെ കിട്ടിയത് 16.4 മില്ലിമീറ്റർ മഴയാണ്. ഇത്തവണ 3 ദിവസം കൊണ്ടാണ് 94 മില്ലിമീറ്റർ മഴ ലഭിച്ചത്. ചൊവ്വാഴ്ച 27.6 മില്ലിമീറ്ററും ബുധനാഴ്ച 6.4 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. വ്യാഴാഴ്ചയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തത്. അതേസമയം പുൽപ്പള്ളി മേഖലയിൽ വേനൽമഴ ലഭിച്ചിട്ടില്ല. പനമരം, മാനന്തവാടി, തിരുനെല്ലി, പൂതാടി പഞ്ചായത്തുകളിലും മെച്ചപ്പെട്ട മഴ ലഭിച്ചു. മുള്ളംകൊല്ലിയിലും ശുഷ്കമായ മഴയാണ് ലഭിച്ചത്. വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലാണ് മെച്ചപ്പെട്ട മഴ കിട്ടിയത്. കൽപ്പറ്റ നഗരത്തിൽ 3 ദിവസവും കനത്ത മഴ പെയ്തു. മാനന്തവാടിയിൽ മഴയിൽ നാശനഷ്ടമുണ്ടായി. വേനൽമഴ വാഴകൃഷിക്ക് ഗുണം ചെയ്തെങ്കിലും കാറ്റിൽ വാഴകൾ ഒടിഞ്ഞത് കർഷകർക്ക് വിനയായി. മഴ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരും. കാപ്പിക്കൃഷിക്ക് ഫെബ്രുവരി അവസാനത്തോടെ തന്നെ മഴ ആവശ്യമായിരുന്നെങ്കിലും കാപ്പി പൂക്കാനും മറ്റും ഈ മഴ പ്രയോജനപ്പെടും. ഇതോടെ അടുത്ത വർഷം ഉൽപ്പാദനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം കരുതുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കൊടുമരൾച്ചയ്ക്ക് ആശ്വാസമായി മുള്ളംകൊല്ലി, പെരിക്കല്ലൂർ, പാടിച്ചിറ, സീതാമൗണ്ട്, ചാമപ്പാറ മേഖലകളെ തണുപ്പിച്ച് വേനൽമഴ ലഭിച്ചു.
വേനൽമഴ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി. വെയിലിന്റെ കാഠിന്യം ദിനംപ്രതി വർദ്ധിക്കുകയും കാർഷിക വിളകൾക്ക് വേനൽ ഭീഷണിയാവുകയും ചെയ്ത സമയത്താണ് മഴയെത്തിയത്. വരൾച്ചയും കുടിവെള്ളക്ഷാമവും മൂലം വലയുന്ന പ്രദേശങ്ങളിൽ മഴയ്ക്കായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും പ്രത്യേക വഴിപാടും പ്രാർത്ഥനകളും നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 2 മണിക്കൂർ നീണ്ട കനത്ത കാറ്റോടുകൂടിയ മഴയാണ് ലഭിച്ചത്. വരും ദിവസങ്ങളിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വേനൽ മഴ ലഭിച്ചതോടെ വേനൽ ചൂടിന് ശമനവുമായി. കൊടും വരൾച്ചയുടെ ഭീതിയിലായിരുന്ന സമയത്ത് മഴ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി. കാപ്പി, കുരുമുളക് കൃഷികൾക്കും മഴ അനുഗ്രഹമായി. തുടർമഴ ലഭിച്ചാൽ കർഷകർക്ക് പുതുകൃഷി ഇറക്കാൻ കഴിയും. പെയ്യുന്ന മഴവെള്ളം കൃഷിയിടങ്ങളിൽ മഴക്കുഴി നിർമ്മിച്ചും തടയണ നിർമ്മിച്ചും സംഭരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. എന്നാൽ പുൽപ്പള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴ പോലും ലഭിച്ചിട്ടില്ല. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സുൽത്താൻ ബത്തേരിയിൽ നാളെ മുതൽ 21 വരെ എഗ് ഫെസ്റ്റ്. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ കേരള മൃഗസംരക്ഷണ വകുപ്പ് വെറ്ററിനറി പോളി ക്ലിനിക് ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിലാണ് എഗ് ഫെസ്റ്റ്. മേള വൈകിട്ട് 4:30 IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ താരം മാമുക്കായ മുഖ്യാതിഥിയായിരിക്കും. ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ ഇനം പക്ഷികളുടെ മുട്ടകൾ, വിവിധതരം കോഴിയിനങ്ങൾ, മുട്ട വിരിയിക്കുന്ന ഇൻക്യുബേറ്ററുകൾ തുടങ്ങിയവയുടെ പ്രദർശനം, വിപണനമേള, സെമിനാറുകൾ, മുട്ട വിഭവങ്ങളുടെ പാചക മത്സരവും പ്രദർശനവും, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ടയുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, മുട്ടയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കളയുക, കൂടുതലായിട്ടുള്ള മുട്ട ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുക, മുട്ടയുടെ ഔഷധ ഗുണം, മുട്ടയുടെ ഇതുവരെ കാണാത്ത പല പല രൂപത്തിലുള്ള വിഭവങ്ങൾ കർഷകർക്കും നാട്ടുകാർക്കും എസ്പെഷ്യലി വിദ്യാർത്ഥികൾക്കും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സതുദ്ദേശത്തോടെയാണ് നടത്തുന്നത്. മാനന്തവാടി ഗവൺമെന്റ് UP സ്കൂൾ വാർഷികം മന്ത്രി AC മൊയ്തീൻ തിങ്കളാഴ്ച വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ PT ബിജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ OR കേളു MLA അധ്യക്ഷനായിരിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ M മുരളീധരന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകും. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. വാർത്താസമ്മേളനത്തിൽ KV ജുബൈർ, ഫ്രാൻസിസ് സേവ്യർ, PK സുരേഷ്, KK ബിന്ദു എന്നിവർ പങ്കെടുക്കും. 152ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ഈ മാർച്ച് മാസം 20-ാം തീയതി നടത്തപ്പെടുകയാണ്. ഗവൺമെൻറ് UP സ്കൂളിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ 1865 ആരംഭിച്ചതാണ് ഈ സ്കൂൾ. കുന്താണി ഗവൺമെന്റ് LP സ്കൂളിൽ നെന്മേനി പഞ്ചായത്ത് മികവുത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PK സത്താർ ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് ഖദീജ അധ്യക്ഷയായിരുന്നു. HMR ബാബു, V ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സ്കൂളുകളുടെ മികവ് അവതരണവും നടത്തി. സൗത്ത് ഇന്ത്യൻ കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം 19-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഡുവാലി റിസോർട്ടിൽ രാവിലെ 10-ന് CK ശശീന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ കാപ്പി കർഷകർ സങ്കീർണങ്ങളായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ കാപ്പിക്കുരുവിന് ന്യായവില ലഭിക്കുന്നില്ല. കാപ്പി കൃഷി വികസനത്തിനായി കേന്ദ്ര കേരള സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്തുന്നില്ല. കുളം, കിണർ, ഗോഡൌൺ, ഇറിഗേഷൻ തുടങ്ങിയ സ്കീമുകൾക്ക് കാലാനുസൃതമായി നിർമ്മാണ ചെലവിന്റെ വർധനവിന്റെ അടിസ്ഥാനത്തിൽ സഹായ പദ്ധതികളില്ല. സബ്സിഡികളും മുടങ്ങിക്കിടക്കുകയാണ്. ഇതിന് പരിഹാരം കാണണം. കോഫി ബോർഡ് മുൻ വൈസ് ചെയർമാനും നാളികേര വികസന ബോർഡ് വൈസ് ചെയർമാനുമായ PC മോഹനന് സമ്മേളനത്തിൽ സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ സംഘടനയുടെ തുടക്കക്കാരനെന്ന് പറയാവുന്ന PC മോഹൻ മാസ്റ്റർ BJPയുടെ നേതാവാണ്. അദ്ദേഹം നാളികേര വികസന ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ സ്വീകരണം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിലെ 7 കർഷകരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ മികച്ച കർഷകർ, അതായത് കർഷകർ, യുവകർഷകർ, വനിതാ കർഷകർ, അതിൽ കാപ്പി കർഷകരും ക്ഷീര കർഷകരും ഉൾപ്പെടും. അവരെ ആദരിക്കുന്ന ചടങ്ങ് നടക്കും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ചുള്ളിയോട് ഗാന്ധി സ്മാരക സ്പോർട്സ് അക്കാദമിയുടെ 6ാമത് ഫ്ലഡ്ലിറ്റ് അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ മേള മാർച്ച് 25 മുതൽ ക്ലബ് ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ അന്തർദേശീയ താരങ്ങളടക്കം പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ വിജയികളാവുന്ന ടീമിന് 1 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 75,000 രൂപയും സമ്മാനമായി നൽകും. അഖിലേന്ത്യാ ഫൈവ്സ് ഫുട്ബോൾ മേള ജനുവരി 25-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ക്ലബിൻ്റെ ചുള്ളിയോടുള്ള ഗ്രൗണ്ടിൽ വെച്ച് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷക്കാലമായി വയനാട്ടിലെയും നീലഗിരിയെയും കായിക പ്രതികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫുട്ബോള്, വോളിബോള്, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ് എന്നീ
മത്സരങ്ങൾ എന്നിവയുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് വരികയാണ് സ്പോർട്സ് അക്കാദമി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് vision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wb വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിയൂർ പീഡനക്കേസിൽ ഫാദർ തേരകമടക്കം 3 പേർ പോലീസിൽ കീഴടങ്ങി. തലശ്ശേരി പോക്സോ കോടതിയിൽ 3 പേർക്കും ഉപാധികളോടെ ജാമ്യം. 2ാം പ്രതി തങ്കമ്മ നാളെ കീഴടങ്ങിയേക്കും. മേപ്പാടി പഞ്ചായത്തിൽ അഴിമതിക്ക് പുതിയ തലങ്ങൾ. പൂർത്തിയാക്കിയ പ്രവൃത്തികൾക്ക് വീണ്ടും ടെൻഡറും എസ്റ്റിമേറ്റും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ വയനാട്ടിൽ കോൺഗ്രസ് മണ്ഡലം സമ്മേളനങ്ങളിലും INTUC കൺവെൻഷനിലും പങ്കെടുക്കും. ബേഗൂർ PHCക്ക് ഏറ്റവും നല്ല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സംസ്ഥാന അവാർഡ്. കൽപ്പറ്റയിൽ കക്കൂസ് മാലിന്യം തോട്ടിൽ തള്ളിയ ഹോട്ടൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടപ്പിച്ചു. വേനൽ ചൂടിന് ആശ്വാസമായി ജില്ലയിൽ പരക്കെ മഴ. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.